അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പരിപ്പ് വെച്ച് തുമ്പരപ്പരിപ്പ് വെച്ചിട്ട് മുട്ടയും കൂടെ കൂട്ടിയിട്ട് വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്നൊരു കൂട്ടാനാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ പൂരിയുടെയോ ചോറിൻ്റെയോ ഒക്കെ കൂടെ തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് അതൊരു നല്ല കോമ്പിനേഷനായിട്ട് പോകുന്നൊരു കൂട്ടാനാണ്. മാത്രമല്ല വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ പരിപ്പ് വേഗുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ ഇതിന്, ബാക്കിയൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കൊരു കുക്കറിലോട്ട് വെച്ചിട്ട് പരിപ്പ് വെന്തെടുക്കാം. അപ്പോൾ ഈ നമ്മൾ കഴുകി എല്ലാം എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പാണ്. ഇനി ഇതിന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് വെന്തെടുക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമുക്കിത് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പരിപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വെന്തെടുക്കാം. നമ്മുടെ കുക്കർ ഒരു സ്വല്പം വലുതാണ്, പരിപ്പ് വളരെ കുറവാണെങ്കിൽ കുക്കർ വലുതാണ്. നമ്മുടെ ചെറിയ കുക്കർ കേടായിപ്പോയി, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വലിയ കുക്കർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുക്കറിലോ അല്ലെങ്കിൽ വേറെ അല്ലാതെ പാത്രത്തിൽ വെച്ചിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ചെയ്യണം, അത്രയേ ഉള്ളൊരു കാര്യം. നമ്മളിപ്പോൾ വേഗം വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പരിപ്പ് വേകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് റെഡിയാകുന്ന ആ നേരം കൊണ്ട് നമുക്ക് ഒരു ചീനിച്ചട്ടി വെക്കാം. ഈ ചീനിച്ചട്ടിക്ക് എന്താണ് നമ്മൾ ഇന്നത്തെ ബാക്കി പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കിംഗ് ഓയിൽ വേണമെങ്കിൽ എടുക്കാം, ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും എടുക്കാം, അല്ല വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇനി കടുക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്, എണ്ണ നല്ല ചൂടായിട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ വഴറ്റാനായിട്ട് എടുത്തിരിക്കുന്നത് വെച്ചാൽ 4 വെളുത്തുള്ളിയുടെ അല്ലിയുണ്ട്, പിന്നെ ഒരു പച്ചമുളകും ഒരു ചെറിയൊരു മുളകും സവോള. അപ്പോൾ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവോളയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സവോളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. നമ്മുടെ ഈ പരിപ്പ് വേഗം ആ ഒരു താമസം മാത്രമേ ഉള്ളൂ ഈ കൂട്ടാൻ വെക്കാനായിട്ട്, അല്ലെങ്കിൽ വളരെ വേഗം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഈ ഉള്ളി ഒന്ന് വഴങ്ങുന്ന നേരം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡിയാകുന്ന നേരം കൊണ്ട് നമുക്ക് ഈ മുട്ടയൊന്ന് അടിച്ചെടുക്കാവേ. നമ്മളിപ്പോൾ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴേ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടോന്ന്. നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്, വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്, നമ്മുടെ പരിപ്പ് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള മസാലകൾ എടുക്കാവേ. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് പച്ചമുളക് ഒരെണ്ണം ചേർത്തിട്ടുണ്ട്, 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ചേർത്തത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഇനിയും നമ്മുടെ മല്ലിപ്പൊടി. അപ്പോൾ നമ്മുടെ പൊടിയുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഈ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ട അങ്ങ് ചേർത്ത് കൊടുക്കാവേ. അപ്പം നമ്മൾ പൊടിയെല്ലാം ഇട്ടപ്പോഴത്തേക്കിന് തീ നല്ലതായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തീ സ്വല്പം കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഇനി ഇത് നമ്മുടെ പരിപ്പും കൂടി ഇട്ടിട്ട് നോക്കണം നമ്മുടെ ഉപ്പൊക്കെ കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇളക്കി വെന്ത് വരണം. വേഗം മാത്രമല്ല, ഇത് നല്ലതായിട്ട് പൊടിഞ്ഞ് നമ്മൾ മുട്ട തോരനൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ആ ഉള്ളിയും മുളകും എല്ലാം ഇതിലേക്ക് അങ്ങ് നന്നായിട്ട് യോജിച്ച് വരണം. ആ രീതിയിൽ വേണം നമുക്കിത് ആക്കിയെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയതിന് ശേഷം വേണം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചേർക്കാം. അപ്പം നമ്മൾ മുട്ടയൊക്കെ നല്ല പൊരിയായിട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വെന്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാവേ. ഇത് കുറേശ്ശായിട്ട് ചേർക്കുക, ഇത് മുഴുവൻ നമുക്ക്
ആവശ്യം വരുമോ ഇല്ലയെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം ഈ പരിപ്പിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ വളരെ കുറവാണെങ്കിൽ പോലും ഉണ്ടല്ലോ, അത് വെന്ത് വരുമ്പോഴത്തേനും നല്ല കൂടുതൽ ക്വാണ്ടിറ്റിയിലേക്ക് വരും. അപ്പോൾ നമുക്കിത് കുറേശ്ശെ ആയിട്ടിട്ട് ഇതിലേക്ക് ചേർത്തെടുക്കാം. അപ്പോൾ നമ്മൾ സംഭവം സെറ്റായിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച തുമരപ്പരിപ്പിൽ നിന്ന് ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഒരു 1/4 കപ്പിൻ്റെ അത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഉപയോഗിക്കുന്ന മുട്ടയുടെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു ഇച്ചിരി കൂടുകയോ കുറയോ ഒക്കെ വരും. കാരണം ചില മുട്ട നല്ല വലിയ മുട്ടയായിരിക്കും, ചിലത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച വളരെ ചെറിയതായിരുന്നു, അതുകൊണ്ടാണ് ഇത് മുഴുവൻ ആവശ്യം വരാഞ്ഞത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നോക്കി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഈ കൂട്ടാൻ നല്ല സംഭവം സെറ്റായിട്ടുണ്ട്. പച്ചക്കറി നമ്മളിവിടെ അധികം നല്ല നമ്മളിവിടെ സത്യം പറഞ്ഞാൽ പച്ചക്കറി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു സവോളയും പച്ചമുളകും മാത്രമാണ്, വെളുത്തുള്ളി അത് മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി നമ്മൾ വളരെ എല്ലാ വീടുകളിലും സാധാരണ കാണുന്നതാണ് തുമരപ്പരിപ്പ് എന്ന് പറയുന്നത്. മുട്ടയും സാധാരണ എല്ലാ വീടുകളിലും മിക്കപ്പോഴും കാണുന്നതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ അല്ലെങ്കിൽ ചോറിനും ഒക്കെ തന്നെ കൂട്ടാൻ പറ്റുന്ന, വളരെ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിരിക്കാം. കാരണം ഇത് നല്ല സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി താല്പര്യമെങ്കിൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ തേങ്ങ വേണമെങ്കിൽ തിരുമ്മിയിടാം. അങ്ങനെ ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണിത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിലൊന്ന് കമൻസായിട്ട് ഇടുക. മാത്രമല്ല ഇതുവരെ നമ്മുടെ കുടുംബത്തിലേക്ക് വരാത്ത കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് വരിക. ആ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് നമ്മുടെ കുടുംബത്തിലേക്ക് വരിക. പിന്നെ ഇതുപോലുള്ള ചെറിയ അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള റെസിപ്പികൾ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു കുഞ്ഞ് റെസിപ്പി, വളരെ വ്യത്യസ്തമായിട്ട് ഒരു റെസിപ്പിയായിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.